أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ അമാനത്തിനെ കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മേൽ ബാധ്യതയാക്കിയ അല്ലാഹുവിൽ നിന്നുള്ള വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും അല്ലാഹുവിൽ നിന്നുള്ള ഫറായിദും വാജിബാത്തും, ഇതാണ് അമാനത്ത്. ഈ അമാനത്ത് മനുഷ്യർ തങ്ങളുടെ പിരടിയിൽ ബാധ്യതയായി ഏറ്റുവാങ്ങിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തി, ഇന്ന അറദ്നൽ അമാനത അല السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ വാനങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും മുന്നിൽ അവതരിപ്പിച്ചു. അമാനത്തിന്റെ വിഷയത്തിൽ വാനങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഭയവിഹ്വലതയിലായി, പേടിയിലായി. ഏറ്റെടുക്കുന്നതിൽ വിസമ്മതമുണ്ടാകുക വരെയുണ്ടായി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളുടെയും ഭൂമിയുടെയും മാനത്തിന്റെയും വിഷയത്തിൽ, അമാനത്ത് ഏറ്റെടുക്കുന്ന വിഷയത്തിൽ അവർക്കുണ്ടായ പേടിയെക്കുറിച്ച്, ഭയപ്പാടിനെ കുറിച്ച് ഉണർത്തുകയാണ്. ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അമാനത്ത് ഏറ്റെടുക്കുകയും വഹിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നഹു കാന വലൂമൻ ജഹൂല, അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യൻ അമാനത്തിൽ കൃത്യവിലോപം നടത്തി, യഥാവിധം കൈകാര്യം ചെയ്യാതെ അന്യായം കാണിച്ചു. അമാനത്ത് നിർവഹിക്കുന്നതിൽ
ജഹാലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. വിവരക്കേടിൽ യഥാവിധം അത് നിർവഹിക്കാതെ ജഹാലത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ വിവരക്കേട് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ബലൂമൻ ജഹൂല എന്ന് പറഞ്ഞത്. അമാനത്ത് അള്ളാഹുവിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളാണ്, വിധി വിലക്കുകളാണ്, അള്ളാഹു മനുഷ്യരുടെ മേൽ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളാണ്. അത് മനുഷ്യർ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട, യഥാവിധം കൈകാര്യം ചെയ്യേണ്ട അമാനത്തുകളുണ്ട്. പടപ്പുകൾ അന്യോന്യം നിർവഹിക്കേണ്ടതായ അമാനത്തുകളുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ അതിന്റെ അർഹരിലേക്ക് നിങ്ങൾ യഥാവിധം നിർവഹിച്ചെത്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് ആർക്കാണ് നിർവഹിക്കേണ്ടത് അത് യഥാവിധം നിർവഹിക്കണമെന്ന് കൽപ്പിച്ചു. അള്ളാഹുവിന് നിർവഹിക്കേണ്ടതായ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹുവിന് യഥാവിധം നിർവഹിക്കേണ്ട അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ, അത് യഥാവിധം നിർവഹിക്കണം എന്നുള്ള കൽപ്പനയാണ് അള്ളാഹുവിൽ നിന്ന്. പടപ്പുകൾ അന്യോന്യം നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമുണ്ട്. അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടതുണ്ട്, അവയും യഥാവിധം നിർവഹിക്കണം എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. യഥാവിധം അമാനത്തുകൾ നിർവഹിക്കുന്നവരാണ് വിശ്വാസികളായ വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചു എന്ന് പറഞ്ഞ് വിജയം പ്രാപിച്ച വിശ്വാസികളെ എണ്ണിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിജയികളായ വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ പറഞ്ഞത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. ആരാണവർ? വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം, തങ്ങളുടെ അമാനത്തുകളും തങ്ങളുടെ ഉടമ്പടികളും കരാറുകളും യഥാവിധം പാലിച്ച് നിർവഹിക്കുന്നവരാണ്, അത് യഥാവിധം പാലിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിജയികളായ വിശ്വാസികളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അമാനത്തിനെ, ഉത്തരവാദിത്തങ്ങളെ, ബാധ്യതയെ, അമാനത്തിനെ യഥാവിധം നിർവഹിക്കുക എന്നുള്ളത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന മാനിച്ച് ഉത്തരവാദിത്തങ്ങളിൽ കൃത്യവിലോപമില്ലാതെ, അലസതയില്ലാതെ, അതിൽ മോശം പ്രവർത്തിക്കാതെ അത് നിർവഹിക്കുന്നവരാണ്. എന്നാൽ അമാനത്ത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർ, അതിൽ തെറ്റ് പ്രവർത്തിക്കുന്നവർ, അതിൽ കൃത്യവിലോപം കാണിക്കുന്നവർ, അവരിൽ നിഫാഖിന്റെ ചുവയുണ്ട്, അവരുടെ വിശ്വാസത്തിൽ കാപട്യം കലർന്നിട്ടുണ്ട്, അവരുടെ ഈമാൻ പൂർണ്ണമല്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്, അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്ന് പറഞ്ഞാൽ അമാനത്ത് യഥാവിധം നിർവഹിക്കാത്തവർ, അവരുടെ വിശ്വാസം പൂർണ്ണമല്ല. പ്രത്യുത അവരുടെ വിശ്വാസത്തിലുള്ളത് ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് പകരം കാപട്യവും കളങ്കവുമാണ്. നിഫാഖിന്റെ ലക്ഷണം പേറി നടക്കുന്നവരാണ് അമാനത്തിൽ കൃത്യവിലോപം കാണിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എണ്ണിയപ്പോൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിക്കിന്റെ ലക്ഷണം അത് 3 എണ്ണമാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എണ്ണിയപ്പോൾ വൈദാ ഹദ്ദസ കദിബ്, അവൻ സംസാരിച്ചാൽ കളവ് പറയും, വൈദാ വഅദ അഖ്ലഫ്, കരാർ ചെയ്താൽ ലംഘിക്കും, വൈദ തുമിന ഖാൻ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ ചതി നടത്തും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അമാനത്തിൽ ചതി നടത്തുക എന്നുള്ളത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് ആ സ്വഭാവമുണ്ടായാൽ ഈമാനിൽ കാപട്യത്തിന്റെ ചുവ വന്നു എന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റെടുത്തതായ അമാനത്തിൽ
അവർ കൃത്യത പാലിക്കേണ്ടതുണ്ട്, അവർ അതിൽ കണിശത പുലർത്തേണ്ടതുണ്ട്, അവർ അത് യഥാവിധം നിർവഹിക്കുന്നതിൽ സജീവ തൽപരരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിർവഹിക്കേണ്ടതായ അമാനത്താകട്ടെ, പടപ്പുകൾ അന്യോന്യം കൈകാര്യം ചെയ്യേണ്ടതായ അമാനത്തുകൾ ആകട്ടെ. അമാനത്തിന്റെ നേർ വിപരീതമാണ് ഖിയാനത്ത്, ചതി നടത്തുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ-റസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ ചതിക്കരുത്, വർ-റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ചതിക്കരുത്, വതഖൂനു അമാനാതികും, നിങ്ങൾ അന്യോന്യം ഏറ്റെടുത്തതായ അമാനത്തുകളെയും നിങ്ങൾ ചതിക്കരുത്, വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ വചനത്തിന്റെ അവതീർണതയ്ക്ക് കാരണമായ ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ മദീനയിൽ നടന്ന ഒരു സംഭവം. അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു തെറ്റായ സമീപനം ഉണ്ടായി. എന്താണത്? ബനു ഖുറൈദ ഗോത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അബൂ ലുബാബയിൽ നിന്ന് ആ വീഴ്ച വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 4 അല്ലെങ്കിൽ 5 തുടക്കത്തിൽ ഖന്ദഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ബനു ഖുറൈദ എന്ന് പറയുന്ന ജൂതഗോത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു കൊടും ചതി ചെയ്യുകയുണ്ടായി. എന്തായിരുന്നു ആ ചതി? യുദ്ധം മൂർധന്യതയിലെത്തിയപ്പോൾ ബനു ഖുറൈദ പ്രവാചകനോടുള്ള കരാർ ലംഘിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീതിയിലേക്ക് തള്ളിയിടുകയും ചെയ്തതായിരുന്നു. ഖന്ദഖ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിച്ചത് അന്നത്തെ ഏറ്റവും വലിയ ശത്രുസേനയെയാണ്. 10,000 വരുന്ന സഖ്യസേന, മുശ്രിക്കുകളും അവരുടെ വാലുകളും ജൂതന്മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സേന വന്ന് മദീനയെ വിഴുങ്ങാൻ നിന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയുടെ അതിർത്തിയിൽ കിടങ്ങു കീറി സഖ്യസേനയെ ചെറുക്കുകയുണ്ടായി. മദീനയുടെ വടക്ക് ഭാഗമായിരുന്നു ശത്രുസേന കടന്നു വരാനുള്ള വഴി. അത് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങു കീറി അടക്കുകയും ഉപരോധിക്കുകയും ചെയ്തു. മദീനയുടെ പടിഞ്ഞാറും കിഴക്കും ഹാറകളാണ്, അഥവാ കറുത്ത മൂർച്ചയുള്ള കല്ലുകൾ നിറഞ്ഞ മൊട്ടക്കുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ശത്രുസേനക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലൂടെ മദീനയിലേക്ക് കയറുവാൻ പറ്റുമായിരുന്നില്ല. മദീനയുടെ വടക്ക് ഭാഗത്തിലൂടെയും മദീനയുടെ തെക്ക് ഭാഗത്തിലൂടെയുമാണ് ശത്രുക്കൾക്ക് വരുവാനുള്ള വഴിയുണ്ടായിരുന്നത്. വടക്ക് ഭാഗം കിടങ്ങു കീറി ഉപരോധിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തെക്ക് ഭാഗം ഈത്തപ്പന കൃഷിയും ജൂതഗോത്രങ്ങളുമായിരുന്നു. അതിൽ ബനു ഖുറൈദ ഗോത്രം പ്രധാനികളാണ്. ഈ ബനു ഖുറൈദ ഗോത്രം മദീനയിൽ തന്നെ ശേഷിക്കുന്നവരാണ്. ബനു ഖൈനുഖായിനെയും ബനു നദീർ എന്ന് പറയുന്ന 2 ജൂതഗോത്രങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നാട് കടത്തിയത് കാരണത്താൽ തെക്ക് ഭാഗത്ത്, മദീനയുടെ തെക്ക് ഭാഗത്ത് ശേഷിക്കുന്നത് ബനു ഖുറൈദ മാത്രമായിരുന്നു. അപ്പോൾ ബനു ഖുറൈദ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറിലും ഉടമ്പടിയിലുമാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആ ഭാഗങ്ങളിലൂടെ വന്ന് മദീനയെ ആക്രമിക്കുകയാണ് എങ്കിൽ അവരുടെ ബാധ്യതയാണ് ശത്രുവിനെ ചെറുക്കുക എന്നുള്ളത്. അവരുമായി ബന്ധപ്പെട്ട ഈത്തപ്പന തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മദീനയുടെ തെക്ക് ഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടന്നു കയറിയില്ല. കാരണം തങ്ങളുമായി ഉടമ്പടിയിലും കരാറിലുമുള്ള ബനു ഖുറൈദ അവിടെയുണ്ട്. പിന്നെ അവരുടെയും മുസ്ലിമീങ്ങളുടെയും തോട്ടങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ശത്രുവിന് അതിലൂടെ വരാൻ കഴിയുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മുഴുവൻ മദീനയുടെ വടക്ക് ഭാഗത്താണ്. അതിലൂടെയാണ് ശത്രുവിന്റെ ആഗമനവും. കിടങ്ങു കീറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ പ്രതിരോധിക്കുകയാണ്. മദീനയിൽ അന്നുണ്ടായിരുന്ന ആൾബലത്തെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഖന്തക്കിലേക്ക് നയിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കോട്ടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 10,000 വരുന്ന സത്യ സേനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങ് കീറി ഉപരോധിച്ചപ്പോൾ ആ നാളുകൾ ഭീതിയുടെയും പേടിയുടെയും നാളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വിറച്ച ഭയപ്പെട്ട ദിനരാത്രങ്ങളായിരുന്നു ഖന്തക്കിന്റെ രാത്രങ്ങൾ. അങ്ങനെ ശത്രുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുത്തുകൊണ്ട് നിൽക്കുന്ന നാളുകളിലാണ് ജൂതന്മാർ അവരുടെ തനി സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. ബനൂ ഖുറൈദ ജൂതഗോത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിച്ചു. നബിയുമായിട്ടുള്ള കരാറും ഉടമ്പടിയും അവർ ലംഘിച്ചിരിക്കുന്നു. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഏറെ വിഷമത്തിലായി. ഹൃദയങ്ങൾ പേടിപ്പെട്ട് അത് കഴുത്തിലേക്കെന്ന പോലെ ഉയർന്നു. മുസ്ലിമീങ്ങൾ കിടുകിട വിറക്കുകയുണ്ടായി. കാരണം ഒരു നിർണായക ഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ അഭയം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് ജൂതന്മാർ അവരുടെ തനി സ്വഭാവം പ്രകടിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉടമ്പടിയും കരാറും ലംഘിച്ചതായിട്ട് അറിയുന്നത്. ഇതിൽ പിന്നെ ഇനി ഏത് സമയവും മദീനയുടെ തെക്ക് ഭാഗത്തിലൂടെയും ഒരു ആക്രമണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ടി വന്നു. ഖന്തക്കിന്റെ ഇരുണ്ട നാളുകൾ കടന്നുപോയി. അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖും സഹായവും മുസ്ലിമീങ്ങളെ തേടി ഖന്തക്കിൽ ഇറങ്ങി. സഖ്യസേന പരാജിതരായി തോറ്റോടി. യുദ്ധത്തിന്റെ നാളുകൾ അവസാനിച്ചു. സഖ്യസേന മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ കഴിയാതെ, കിടങ്ങ് മുറിച്ചു കടന്ന് മദീനയെ ആക്രമിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ സഹായം അവരെ തുരുത്തിയോടിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. പക്ഷെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി വന്നു. മുസ്ലിമീങ്ങൾ അവരുടെ യുദ്ധക്ഷീണം മാറ്റുവാൻ കുളിച്ച് ഒരുങ്ങുമ്പോഴത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വഹയ് നൽകി. നിങ്ങൾ എല്ലാവരും ആയുധം താഴെ വെച്ചുവോ? മലക്കുകൾ ഇതുവരെ ആയുധം താഴെ വെച്ചിട്ടില്ല. ബനൂ ഖുറൈദ ജൂതഗോത്രത്തോട് അവരുടെ ചതിയിൽ അവർക്ക് പകരം നൽകേണ്ടതുണ്ട്, പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ബനൂ ഖുറൈദയിലേക്ക് പുറപ്പെടുവാൻ വഹയ് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഹയ് ലഭിച്ചതിൽ പിന്നെ പെട്ടെന്ന് സഹാബത്തിനോട് ബനൂ ഖുറൈദയിലേക്ക് പുറപ്പെടാൻ ആവശ്യപ്പെടുകയുണ്ടായി. അസർ നമസ്കാരം വരെ അവിടെ വെച്ച് നിർവഹിച്ചാൽ മതി എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ പറച്ചിലിന്റെ ശക്തി കാരണത്താൽ അസർ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുമെന്ന അവസ്ഥയായിട്ട് പോലും ചില സഹാബികൾ പറഞ്ഞത് മഗ്രിബിന്റെ സമയമായാലും പ്രവാചകൻ ബനൂ ഖുറൈദയിൽ നമസ്കരിക്കാനാണ് പറഞ്ഞത്, അവിടെ ചെന്ന് നമസ്കരിച്ചാൽ മതി. മറ്റു ചില സഹാബികൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് അവിടെ എത്താനാണ് ഉദ്ദേശിച്ചത്, നമസ്കാര സമയമാകുന്നതിന് മുമ്പ് നമുക്ക് അസർ നമസ്കരിക്കാം എന്ന് പറഞ്ഞവർ വഴിയിൽ ആ അസർ നമസ്കരിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കൊടും ചതി ചെയ്ത ജൂതഗോത്രത്തെ പാഠം പഠിക്കുവാനുള്ള സൈന്യം ബനൂ ഖുറൈദയിലേക്ക് ചെന്നു. ജൂതന്മാരാണ്, അവരുടെ പതിവ് അവർ ഉൾവലിയുക, ഭീതിയാൽ കോട്ടകളിൽ ഒളിക്കുക എന്നുള്ളതാണ്. അതവർ പ്രയോഗിച്ചു. ജൂതന്മാർ അവരുടെ കോട്ടകൾ അടച്ചു, കോട്ടക്കുള്ളിൽ അവർ വാലുമടക്കി അവർ പതിയിരിക്കുകയും അവർ മുസ്ലിമീങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്തില്ല. മുസ്ലിമീങ്ങൾക്ക് ഇറങ്ങി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ എന്ത് ഭവിക്കും എന്നുള്ളത് ജൂതന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ കോട്ടകളിൽ ഒളിക്കുകയുണ്ടായി. മുസ്ലിമീങ്ങൾ അവരുടെ കോട്ടയെ ഉപരോധിച്ചു. ഈ ഉപരോധത്തിന്റെ നാളുകൾ തുടർന്നപ്പോൾ കോട്ടക്കുള്ളിൽ ജീവിതം അവർക്ക് അസഹ്യമായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വിധി എന്താണോ അത് സമ്മതിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുലഹിലൂടെ, സന്ധിയിലൂടെ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ഔസ് ഗോത്രത്തിന്റെ തലവനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് വിധി പറയുവാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുകയുണ്ടായത്. കാരണം ബനൂ ഖുറൈദ ജൂതഗോത്രവുമായി ഔസ് ഗോത്രത്തിന്, അൻസാരികളിലെ ഔസ് ഖസ്റജിൽ ഔസ് ഗോത്രത്തിന്
ബന്ധമുണ്ടായിരുന്നു. ഔസ് ഗോത്രത്തിന്റെ നേതാവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ സഅദ് എന്തൊരു തീരുമാനമാണോ പറയുന്നത് ആ തീരുമാനം സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഉപരോധം ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആലയുടെ വിധി ഇഷ്ടമാണോ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു. അവർ സമ്മതിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയുണ്ടായി. ഖന്തഖിൽ അദ്ദേഹത്തിനേറ്റ ഒരു മുറിവിൽ അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞിരുന്നു. അദ്ദേഹം മസ്ജിദ് നബവിയുടെ ഓരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കിയ ഒരു റൂമിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടുകയുണ്ടായി. അങ്ങനെ സഅദിന്റെ വിധി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ തന്നെ ബനൂ ഖുറൈദ ജൂതഗോത്രവും ഇഷ്ടപ്പെടുന്ന വിധിയായിരിക്കുമെന്നുള്ള സമ്മതമുണ്ടായപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ വിഷയത്തിലുള്ള വിധി പറയുകയാണ്. ഈ വിധി എന്തായിരിക്കും? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിധി അവർ തൃപ്തിപ്പെടുമെന്നാണ് ബനൂ ഖുറൈദ പറയുന്നത്. എന്തായിരിക്കും ആ വിധി? അത് അവർക്കറിയുമായിരുന്നില്ല. ഈ സമയം അവിടെയാണ് അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അറിയാതെ ബനൂ ഖുറൈദ ജൂത ഗോത്രത്തിന് ആംഗ്യത്തിലൂടെ വിധി എന്തായിരിക്കും എന്നുള്ളത് അറിയിച്ചു. അത് അവരുടെ കഴുത്തറുക്കലായിരിക്കും എന്നതായിരുന്നു സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇശാറത്ത്, സൂചന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോട് ചെയ്ത ഒരു ഖിയാനത്തായിരുന്നു, ചതി പ്രയോഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും ചെയ്ത ഒരു ചതി പ്രയോഗമായിരുന്നു അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വന്നതായ ഒരു വീഴ്ച. ഈ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിലെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ് വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവേയും അല്ലാഹുവിന്റെ റസൂലിനെയും ചതിക്കരുത്. വ തഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളെയും നിങ്ങൾ ചതിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് അവതരിപ്പിക്കുന്നത്. തനിക്കെതിരിൽ ഈ വചനം വന്നിറങ്ങിയപ്പോൾ അത് അബൂ ലുബാബയെ ഏറെ വേദനിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി. അദ്ദേഹം തന്റെ ഉടയാടകൾ ധരിച്ച് മസ്ജിദ് നബവിയിൽ വന്ന് ഒരു തൂണിൽ അദ്ദേഹം തന്നെ ബന്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള പശ്ചാത്താപം, തൗബ എനിക്കെപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴായിരിക്കും ഞാൻ ഈ കെട്ടുകൾ ബന്ധിച്ച് പള്ളി വിട്ട് പുറത്തു പോവുക എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനത്തിന് തേടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന് അബൂ ലുബാബക്ക് അല്ലാഹു മാപ്പേകിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അബൂ ലുബാബയെ ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് കെട്ടഴിച്ചു വിടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ലുബാബയുടെ വിഷയത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ റസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ എന്ന ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ തേട്ടം അത് അബൂ ലുബാബയോട് മാത്രമുള്ളതല്ല, പ്രത്യുത എല്ലാ മുസ്ലിമീങ്ങളോടും ഉള്ള കൽപ്പനയാണ്, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശവുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമാനത്തിൽ അവർ ഒരിക്കലും ചതി നടത്തുക എന്നുള്ളത് പാടുള്ളതല്ല. അമാനത്തിൽ ചതിയായാൽ പിന്നീട് ഈ ഭൂമിയിൽ മനുഷ്യർ പാപങ്ങൾ പ്രവർത്തിക്കുന്ന, ദുർവൃത്തികൾ ചെയ്യുന്ന, അരുതായ്മകളിൽ കൂപ്പുകുത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. ശിർക്ക് ചെയ്യുന്നത്, കുഫറിന്റെ പ്രവൃത്തികൾ ഏർപ്പെടുന്നത്, വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നത്, നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുന്നത്, കൊള്ള നടത്തുന്നത്,
കള്ളസാക്ഷ്യം നിർവഹിക്കുന്നത്, കള്ളസത്യം ചെയ്യുന്നത്, വിധിയിൽ അന്യായം പ്രവർത്തിക്കുന്നത്, ഇതര അരുതായ്മകളൊക്കെ പ്രവർത്തിക്കുന്നത് അമാനത്തിലുള്ള ചതിപ്രയോഗം ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള ചതിയാണ് ഏറ്റവും വലിയ ചതി, അമാനത്തിലുള്ള ഏറ്റവും വലിയ കൃത്യവിലോപം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാത്തത് അള്ളാഹു പറഞ്ഞു എന്ന് പറയുക, അള്ളാഹു ഹലാലാക്കിയത് ഹറാമാണെന്ന് പറയുക, അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് ഹലാലാണെന്ന് പറയുക. ഇങ്ങനെ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുമ്പോൾ അത് അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിൽ അള്ളാഹുവിനോട് നടത്തുന്ന ഖിയാനത്താണ്, ചതിയാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയുക, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെടാത്ത വചനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളാണെന്ന് പറയുക, അങ്ങനെ വ്യാജമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിപ്പറഞ്ഞ് ആളുകൾ സംസാരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ, ആളുകൾ പ്രബോധനം നടത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ, ആളുകൾ പ്രചരണം നടത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തുന്ന ചതിയാണ്. ഇപ്രകാരം ചതി പ്രയോഗങ്ങൾ പലതും എണ്ണപ്പെട്ടിട്ടുണ്ട്. കുടുംബങ്ങൾ അന്യോന്യം നടത്തുന്ന ചതി പ്രയോഗങ്ങളും അമാനത്തിലുള്ള കൃത്യവിലോപവും ഏറെ കടുത്തതാണ് ഇസ്ലാമിൽ. മക്കൾ അള്ളാഹു ഏൽപ്പിച്ചതായ അമാനത്താണ്. ഈ മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ കൃത്യവിലോപം നടത്തിയാൽ, അവർക്ക് ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ അവരെ അറിയിക്കുന്നതിലും അവരെ പഠിപ്പിക്കുന്നതിലും വീഴ്ച വരുത്തിയാൽ ഈ അമാനത്ത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കൾ അതിന് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നാണ് മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. നമസ്കാര സമയം കിടന്നുറങ്ങുന്ന മക്കളെ നമസ്കാരത്തിന് ഉണർത്തുക എന്നുള്ളതും നമസ്കാരത്തിന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാണ്. തർബിയത്തിന്റെയും അതേപോലെ തന്നെ തഅലീമിന്റെയും ഭാഗമെന്നോണം, ദീൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമെന്നോണം, ദീൻ ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് ഉണർന്നതിന്റെ ഭാഗമെന്നോണം കിടന്നുറങ്ങുന്ന മക്കളെ ഗൗനിക്കാതെ മാതാപിതാക്കൾ ജീവിക്കുന്നുവെങ്കിൽ, നമസ്കാരം അതേപോലെ തന്നെ ദീനി ചിട്ടകൾ പഠിപ്പിക്കുന്നതിൽ അമാന്തിക്കുന്നുവെങ്കിൽ, മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കളെ ചൂണ്ടിയ അമാനത്തിനെ കുറിച്ച് അള്ളാഹുവിനോട് ആവലാതിപ്പെടുന്ന ഒരു വേദി വരാനുണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പാടുള്ളതല്ല. ആഖിറത്തിൽ മനുഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റാൽ നഗ്നപാതരായി, നഗ്നതയുടുത്ത്, ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്തവരായി മഹ്ശറ വൻസഭയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ ഹിസാബിന്റെയും ഹിസാബിന്റെ വേദിക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിനെ കൊണ്ടുവരികയും ജഹന്നമിനെ സ്ഥാപിക്കുകയും ചെയ്യും. ജഹന്നമിനെ സ്ഥാപിച്ചാൽ ജഹന്നമിന് മുകളിലാണ് അല്ലാഹു സിറാത്തിനെ സ്ഥാപിക്കുക. ആ സിറാത്തിന് മീതെയാകുന്നു എല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള പ്രയാണം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങൾ ആരുമില്ല ആ ജഹന്നമിന്റെ മീതെ വരാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ജഹന്നമിന്റെ മീതെ സ്ഥാപിക്കപ്പെട്ട സിറാത്തിന് മുകളിലൂടെയുള്ള പ്രയാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമാനത്തും റഹീമും സിറാത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിക്കും എന്നുള്ളതാണ്. അമാനത്തും റഹീമും. അമാനത്തിൽ വീഴ്ച വരുത്തിയവരെ അമാനത്ത് നരകത്തിലേക്ക് വീഴ്ത്തും. കുടുംബബന്ധം മുറിച്ചവരെ കുടുംബബന്ധവും സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴ്ത്തും. എല്ലാ അമ്പിയാക്കളും നബിമാരും എല്ലാ റസൂലുമാരും സിറാത്ത് സ്ഥാപിക്കുകയും വിശ്വാസികൾ സിറാത്തിന് മുകളിലൂടെ പ്രയാണം കുറിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെയും ദുആ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്ത്, അല്ലാഹുവെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ് എല്ലാവരെയും രക്ഷപ്പെടുത്തുവാനുള്ള അല്ലാഹുവിനോടുള്ള ശുപാർശയ്ക്ക് വേണ്ടിയുള്ള തേട്ടമായിരിക്കുമെങ്കിൽ അമാനത്തും റഹീമും കുടുംബബന്ധവും അമാനത്തും അപ്രകാരമല്ല. തങ്ങളിൽ കൃത്രിമത്വം കാണിച്ചവരെ, തങ്ങളെ യഥാവിധം പാലിക്കാത്തവരെ അമാനത്തും റഹീമും നരകത്തിലേക്ക്
വീഴ്ത്തുന്ന രീതിയിലായിരിക്കും സിറാത്തിന്റെ ഭാഗങ്ങളിൽ പെരുമാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമാനത്ത് യഥാവിധം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് മക്കളുടെ വിഷയത്തിലാണെങ്കിലും ഇണകളുടെ വിഷയത്തിലാണെങ്കിലും ഖതീബ് ഉണർത്തിയതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയത്തിലും അമാനത്തുള്ളവരാണ്. മറ്റാരും അറിയാത്ത പല വിഷയങ്ങളും ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യക്കറിയാം, ഭാര്യയെക്കുറിച്ച് ഭർത്താവിനും അറിയാം. അന്യോന്യം ബാധ്യതയായി ഏറ്റെടുത്തതായ, രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടതായ കാര്യങ്ങളെ അത് മാലോകർക്കിടയിൽ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, വിശിഷ്യ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ പൊങ്ങുമ്പോഴത്തേക്ക് ഭർത്താവിനെ കുറിച്ച് താൻ അറിയുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഭാര്യ, ഭാര്യയെക്കുറിച്ച് താൻ അറിയുന്നതെല്ലാം വിളിച്ചു പോകുന്ന ഭർത്താവ് അമാനത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗൗരവത്തിൽ ഉണർത്തിയതായ ഇത്തരം വിഷയങ്ങൾ അത് ബാധ്യതയാണ്. സൂക്ഷിക്കേണ്ടതുണ്ട്. പവിത്രമായി പാലിക്കേണ്ടതും പുലർത്തേണ്ടതും പവിത്രമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അമാനത്തിന്റെ വിഷയത്തിൽ അയൽവാസി അമാനത്താണ്. മറ്റാരെ കുറിച്ചും അറിയുന്നതിനേക്കാൾ ഒരാൾക്ക് തന്റെ അയൽവാസിയെ കുറിച്ചും തന്റെ അയൽപക്കത്ത് പാർക്കുന്നവനെ കുറിച്ചും അറിയുന്നതാണ്. പലതും അമാനത്തായി സൂക്ഷിക്കപ്പെടേണ്ട വിഷയമാണ്. അമാനത്തിൽ അയൽവാസിയോട് അന്യായം കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് കടുത്ത പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഒരു വചനം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ദംബി അഅ്ദമു, പ്രവാചകരെ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുശ്രിക ബില്ലാഹ് വഖദ് ഖലഖക, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, സൃഷ്ടിച്ചത്, അങ്ങനെയുള്ള അല്ലാഹുവിൽ നീ പങ്കു ചേർക്കലാണ് പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം. ഇബ്നു മസ്ഊദ് ചോദിച്ചു, സുമ്മ ഐ, പിന്നീട് ഏത് പാപമാണ് ഏറ്റവും വലിയ പാപം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത അൻ യഅകുല മഅക, നിന്റെ കുഞ്ഞ് നിന്റെ കൂടെ തിന്നും ഭക്ഷിക്കും എന്ന് ഭയന്ന് നീ നിന്റെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട് എങ്കിൽ അതാണ് പിന്നീടുള്ള വലിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹാബി ചോദിച്ചു, സുമ്മ ഐ, പിന്നീട് ഏത് പാപമാണ് ഏറ്റവും കടുത്തത് വലുതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ തസ്നിയ ബിഹലീലതി ജാരിക്, നിന്റെ അയൽവാസിയുടെ ഹലീലത്തിനെ, ഭാര്യയെ, അയൽവാസിയുടെ ഇണയെ നീ വ്യഭിചരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അയൽപക്കത്ത് പാർക്കുമ്പോൾ ഒരു വാതിൽ എന്ന പോലെയാണ്. പരസ്പരം വിശ്വാസത്തിലും ഉറപ്പിലുമാണ് കഴിയുന്നത്. പരസ്പരം വിശ്വസിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ. ആ അമാനത്ത് അതിൽ കൃത്യവിലോപം വരുമ്പോഴാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, വേണ്ടാത്ത വിചാരങ്ങളും ദുർപ്രവൃത്തികളും ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും വഷളായ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി, അതാണ് വ്യഭിചാരം. അതിനോട് ചേർത്തുകൊണ്ട് തന്നെയാണ് അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ഇതര രഹസ്യങ്ങളും വിവരങ്ങളും, അതേപോലെ തന്നെ അമാനത്തുകളിലുള്ള കൃത്യവിലോപങ്ങളും അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയ്യത്ത് ഓതി. ആ വസിയ്യത്തിന്റെ ആധിക്യം കാരണത്താൽ മനുഷ്യർ മരിച്ചാൽ അയൽവാസികൾക്ക് സ്വത്തവകാശം ഉണ്ടാകുമോ എന്ന് പോലും സഹാബത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയക്കുകയുണ്ടായി എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അയൽവാസിക്കുള്ള അവകാശം വളരെ വലുതാണ്, അയൽവാസിയോടുള്ള ബാധ്യത വളരെ കടുത്തതാണ്. അത് മനുഷ്യർ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടതായ മഹാപാപമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കള്ളസാക്ഷ്യങ്ങളും പൊഴിവാക്കുകളും അമാനത്തിൽ വരുത്തുന്ന കൃത്രിമത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. കള്ളസാക്ഷ്യങ്ങൾക്കും അതേപോലെ പൊഴിവാക്കുകൾക്കും ഇന്ന് ഉദാഹരണങ്ങളേറെയാണ്. മനുഷ്യർ തങ്ങൾക്കില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ജോലി നേടുന്ന സ്ഥിതിവിശേഷമുണ്ട്. ബ്ലാങ്ക് ഷീറ്റുകളിൽ ഒപ്പുകളും സീലുകളുമായി പല അന്യരുടെ അവകാശങ്ങളും കവർന്നെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ബില്ലുകളിൽ കൃത്രിമത്വം കാണിച്ച് വില കൂട്ടി എഴുതിയും വില കുറച്ചെഴുതിയും ഒക്കെ പറ്റിക്കുന്നതായ പല പ്രവൃത്തികളും മാർക്കറ്റുകളിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം അമാനത്തിൽ കാണിക്കുന്നതായ ക്രമക്കേടും അതേപോലെ തന്നെ അന്യായങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു,
അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, വൻ പാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരമേകട്ടെ. സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, വൻ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരമേകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൻ പാപങ്ങളെ എണ്ണി. ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തേത് തിരുനബി എണ്ണി ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കലും മാതാപിതാക്കളോട് അന്യായം കാണിക്കലുമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ വൻ പാപം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ ചാരി ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പ്രവാചകൻ എഴുന്നേറ്റിരുന്നതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, അലാ വ ഖൗലു സൂർ, അറിയുക, വൻ പാപം അത് ഖൗലു സൂറാണ്, പൊഴിവാക്കുകളും കള്ള സാക്ഷ്യങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, അലാ വ ഷഹാദത്തു സൂർ, കള്ള സാക്ഷ്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, അലാ വ ഷഹാദത്തു സൂർ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞുപോയി, ലൈതഹു സകത്ത്, പ്രവാചകൻ ഒന്ന് മൗനം ദീക്ഷിച്ചിരുന്നുവെങ്കിൽ. അത്രമാത്രം പ്രവാചകൻ ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയുണ്ടായി എന്നാണ്. കാരണം കള്ളസാക്ഷ്യങ്ങളും പൊഴിവാക്കുകളുമാണ് ഒരാൾ മറ്റവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുവാനും താൻ അർഹനല്ലാത്ത വിഷയങ്ങളിൽ ആളാകുവാനും അങ്ങനെ ഭൂമുഖത്ത് അന്യായങ്ങൾ വ്യാപിക്കുവാനും കാരണമാകുന്നത്. എത്രയെത്ര മനുഷ്യന്മാർ അന്യരുടെ അവകാശങ്ങൾ കവരുന്നു കള്ള പ്രവൃത്തികളിലൂടെ. എത്രയെത്ര മനുഷ്യന്മാർ അന്യരോട് അന്യായം കാണിക്കുന്നു കള്ള സാക്ഷ്യങ്ങളിലൂടെയും കള്ള സർട്ടിഫിക്കറ്റുകളിലൂടെയും അതേപോലെ കള്ള ഒപ്പുകളിലൂടെയും ഒഴിവാക്കുകളിലൂടെയും. കോടതി പടിയിലും അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കേണ്ട വേദികളിലും മേഞ്ഞു നടക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട് ഈ രീതിയിൽ പണിയെടുക്കുന്നവരായി. ഒക്കെ അമാനത്തിൽ നിർവഹിക്കുന്നതായ ക്രമക്കേടുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ മറുപടി പറയേണ്ടുന്ന വലിയ ബാധ്യതയാണിത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളുടെ ഔറത്തുകൾ, കുറവുകൾ, ന്യൂനതകൾ, അഭിമാനങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കുവാനും അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് അത് സൂക്ഷിക്കുവാനും ഏൽപ്പിക്കപ്പെട്ടതായ അമാനത്താകുന്നു. ഒരിക്കലും അന്യരുടെ ന്യൂനത അത് അങ്ങാടിയിൽ പാട്ടാക്കാൻ പാടുള്ളതല്ല. താൻ അറിയുന്നുവെങ്കിൽ പ്രത്യുത അത് മറക്കുകയാണ് വേണ്ടത്. ആളുകളിൽ നിന്ന് അതിനെ ഒളിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ന് ജവാലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഈ യുഗത്തിൽ മനുഷ്യന്മാരുടെ ന്യൂനതകൾ അത് മാനവിയായിട്ടും ഹിസിയായിട്ടുണ്ട്. പച്ചയായിട്ട് മനുഷ്യന്മാരുടെ നഗ്നത ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ അഭിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ കുറവുകളുണ്ട്. മനുഷ്യന്മാരുടെ അഭിമാനങ്ങൾ അതിൽ കുറവ് വരുത്തുന്ന വാക്കുകളും അതേപോലെ തന്നെ പ്രചരണങ്ങളും പണ്ടുകാലം മുതലേ ഉള്ളതാണ്. ഇന്ന് മനുഷ്യന്മാരുടെ ഔറത്തുകൾ പച്ചയായി, വസ്ത്രമില്ലാത്ത ശരീരം, സൂക്ഷ്മാവയവങ്ങൾ, ഇതൊക്കെ ക്യാമറയിൽ പകർത്തി അത് അന്യർക്ക് അയച്ചു കൊടുക്കുന്ന, വെളിപ്പുകൾ താൻ കണ്ടത് അന്യരിലേക്ക് പകർത്തി കൊടുക്കുന്ന വൃത്തികേടുകൾ ചെയ്യുന്ന സ്ഥിതിവിശേഷം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരുത്തൻ കണ്ടത് വെളിപ്പ് മറ്റവന് അയച്ചു കൊടുക്കുക. ചില വാർത്തകളിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ചിലർ ക്ലോസറ്റിൽ വരെ ക്യാമറ വെച്ച് അവിടെ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എത്തുന്നവരുടെ സൂക്ഷ്മാവയവങ്ങളെ പകർത്തി അത് അന്യരിലേക്ക് പ്രചരിപ്പിക്കുന്ന, ആ രീതിയിൽ വൃത്തികേടുകൾ വ്യാപിപ്പിക്കുന്ന ദുരന്തവും ദുർവിശേഷവും വാർത്തകളായി നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്രമാത്രം മനുഷ്യന്മാർ ഈ വിഷയത്തിൽ ദുഷിച്ചു പോയിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ ഈ ഒരു രോഗം ദുഷിച്ചു നാറുന്നു. അന്യരുടെ അഭിമാനങ്ങൾ, നഗ്നതകൾ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ സതറ അഖീ, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ഒരു മുസ്ലിമിനെ, അയാളുടെ അഭിമാനത്തെ വല്ലവരും മറച്ചാൽ, സംരക്ഷിച്ചാൽ, അള്ളാഹു അവനെയും മറക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. വമൻ തതബ്ബഅ ഔറത അഖീ, ഒരാൾ സ്വന്തം സഹോദരന്റെ ഔറത്തിനെ പിന്തുടർന്നാൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കുറവുകൾ, അയാളുടെ പോരായ്മകൾ, അയാളുടെ നഗ്നതകൾ അത് കാണാനും അറിയാനും അതിനെ അന്വേഷിച്ച് നടന്നാൽ,
തതബ്ബഅ അല്ലാഹു ഔറത, ആ മനുഷ്യന്റെ ഔറത്തിനെ അല്ലാഹു അന്വേഷിച്ച് നടക്കും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? വമൻ തതബ്ബഅ അല്ലാഹു ഔറത, വല്ലവരുടെയും കുറവിനെയും പോരായ്മയെയും ഔറത്തിനെയും അല്ലാഹു തുടർന്നാൽ ഫദഹഹു അല്ലാഹു ഹത്താ ഫീ ജൗഫി റഹ്ലിഹി, അയാളുടെ റഹലിനുള്ളിലാണ് അയാളെങ്കിലും, യാത്രാ സാമഗ്രികൾക്കുള്ളിലാണ് അയാളെങ്കിലും, അതിനുള്ളിൽ വെച്ച് അയാളെ അള്ളാഹു വഷളാക്കും എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ചില റിപ്പോർട്ടുകളിൽ കുടുംബത്തിനുള്ളിൽ വെച്ച് അള്ളാഹു അയാളെ വഷളാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ അയാളുടെ അഭിമാനം അള്ളാഹു പോക്കും. അയാൾ എവിടെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അഭിമാനത്തെ തകർക്കും. എപ്പോ? അയാൾ മുസ്ലിമീങ്ങളുടെ ഔറത്തിനെ അന്വേഷിച്ച് നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ. അതുകൊണ്ട് തന്നെ നെറ്റ് ഉപയോഗിക്കുന്നവർ, ജവാലുകൾ ഉപയോഗിക്കുന്നവർ, വിശിഷ്ട ക്യാമറ കണ്ണുകളുള്ള പല രീതിയിൽ ആധുനിക സജ്ജീകരണങ്ങളിൽ പല യന്ത്രങ്ങളുമാണ് ഇന്ന് മനുഷ്യരുടെ കയ്യിലുള്ളത്. അതിൽ മനുഷ്യന്മാർ കാണുന്നത് എന്താ? പലപ്പോഴും മനുഷ്യന്മാർ മറ്റുള്ളവരിലേക്ക് മെസ്സേജ് ആയി കൊടുക്കുന്ന, അയച്ചു കൊടുക്കുന്നതായ സന്ദേശങ്ങൾ എന്താ? അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മനുഷ്യന്മാരെ വഷളാക്കും എന്നുള്ള മുന്നറിയിപ്പ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമാനത്തുകൾ അത് സൂക്ഷിക്കേണ്ടതുണ്ട്, അത് യഥാവിധം നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ അമാനത്തുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട അമാനത്തുകൾ, പടപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അമാനത്തുകൾ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുണ്ട്. ആ അമാനത്തുകൾ അവ ഏതാകട്ടെ അത് യഥാവിധം കാത്തു സൂക്ഷിക്കുകയും നിർവഹിക്കേണ്ടത് യഥാവിധം നിർവഹിക്കുകയും ചെയ്യണം വിശ്വാസികൾ എന്ന ഒരു വസിയത്താണ് ഈ മിമ്പറിൽ വെച്ച് നമ്മൾ കേൾക്കുകയുണ്ടായത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു നാളുണ്ട്. ആ നാളിനെ നിങ്ങൾ സൂക്ഷിച്ചോളിയും. ആ നാളിൽ നിങ്ങൾ എത്തിയാൽ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ മനുഷ്യനും ആ മനുഷ്യൻ എന്ത് സമ്പാദിച്ചുവോ അത് പൂർണ്ണമായി ഒരിക്കലും അണു അളവ് കുറയാതെ നൽകപ്പെടുന്നതാണ്. വഹും ലാ യുദ്ലമൂൻ, മനുഷ്യന്മാർ ഒരിക്കലും ആ നാളിൽ അക്രമത്തിന്, അന്യായത്തിന് വിധേയമാക്കപ്പെടുകയില്ല. അള്ളാഹു പൂർണ്ണമായി മനുഷ്യർ അവർ ചെയ്ത കർമ്മങ്ങൾ, നല്ലതാണെങ്കിൽ നല്ലത്, തീയതാണെങ്കിൽ അവർ ചെയ്ത ചീത്ത, അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്ന പരലോകവേദി, ആ വേദിയിലേക്ക് ഞങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വസിയത്തിനെ എപ്പോഴും മനസ്സിലേറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. വഴികളിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇണകളിലും മക്കളിലും നമുക്ക് എല്ലാവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിന്റെ ജന്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ പൊറുക്കുമാറാവട്ടെ, കുറവുകളെ നികത്തുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ട വാർത്ത അറിയിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും കനിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയും അവന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ സഹോദരന്റെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരൻ